അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എഴുതിയ ബുക്കിൽ സൂറത്തുൽ ഫാത്തിഹയിലെ സിറുൽ ഖുർആൻ അഥവാ ഫാത്തിഹയുടെ രഹസ്യം എന്നറിയപ്പെടുന്ന ആയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വരുന്ന രീതി രണ്ട് സിറുകൾ നമ്മൾ പഠിച്ചു പോയി. രണ്ട് രഹസ്യങ്ങൾ, ഒന്ന് ഖുർആനിന്റെ രഹസ്യം സൂറത്തുൽ ഫാത്തിഹ, പിന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്ത്. ഇതില് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. നിങ്ങൾ എന്തെങ്കിലും എഴുതി ഇയ്യാക ഇയ്യാക. ഇവിടെ ഹംസ എന്ന് പറയുന്ന ഹർഫിനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. സിഫത്തുകൾ പഠിച്ചപ്പോൾ ഷിദ്ദത്തിന്റെ ലെറ്റേഴ്സിലാണ് ഹംസ വരുന്നത്. ഹംസ ഏത് ഗ്രൂപ്പിൽ പെടുന്ന? ഷിദ്ദത്ത്. അതിന്റെ ഷിഫത്ത് പഠിച്ചപ്പോൾ എന്താ സിഫത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി, അതിന്റെ ഗുണം ഷിദ്ദത്തിൽപ്പെടും. അഥവാ ശബ്ദം നീളാൻ പാടില്ല. ആ ഈ ഓ അങ്ങനെ വരാൻ പാടില്ല. ശബ്ദം അത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ശബ്ദം നീളാൻ പാടില്ല. ഷിദ്ദത്തില് അവന് ലെറ്റേഴ്സ് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഷിദ്ദത്ത് ഓർക്കുന്ന ഹുറൂഫുകൾ 8 ഷിദ്ദത്തിനുള്ളത്. ഹുറൂഫുകൾ 8 ഷിദ്ദത്തിനുള്ളത്. അവ അനിത് 10 ബഖത്ത് എന്നാണുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അത് എങ്ങനെ ഓതണമെന്നുള്ള ടെക്നിക്കലാണ് പഠിക്കുന്നത്. ഏതാണ് ഷിദ്ദത്തിലിട്ടത്? പിന്നെ ദാല് അജിദ് ത്വയതായ ബാവ് കാഫ് താല് ഖുറൂഫ്. കറക്റ്റല്ലേ? ഇത്രയും ലെറ്റേഴ്സ് ഇതൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാകുന്നുണ്ട്. പറയുമ്പോൾ ഖുറൂഫുകൾ 8 ഷിദ്ദത്തിനുള്ളത്. അവ അനിത് 10 ബഖത്ത് എന്നാണുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഹർഫുകൾ ശബ്ദം നീളത്തില്ല. ശബ്ദം നീളാൻ പാടില്ല. ഏതുപോലെ ഈ ഇവിടെ ഈ പറയുമ്പോൾ ഈന്ന് വരാൻ പാടില്ല. അതുപോലെ അങ്ങനെ ശബ്ദം നീളുന്നില്ല ഈ ഹർഫുകളൊന്നും. ഇനി നമ്മള് ഇതിലേക്ക് തിരിച്ചു വരും. ഇയ്യാക എന്ന് പറഞ്ഞ പദം എടുത്തു. സാധാരണ ആൾക്കാർ ഓതുമ്പോൾ ഇങ്ങനെ ഓതും. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ ഈ നീളുന്നു. ഒരിക്കലും ഇത് നീളാൻ പാടില്ല. ഇത് നീളാൻ പാടില്ല. ഈ ഹർഫ് പ്രൊണൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യാക്ക് ശ്രദ്ധ കൊടുക്കും. എന്ന് പറഞ്ഞു നോക്കും. അവിടെ ഈയാക്ക എന്ന് പറയാൻ പാടില്ല. ഇത് നീളാൻ പാടില്ല. ശബ്ദം നീളാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു ഇയ്യാക നഅ്ബുദു. പിന്നെ ഇയ്യാക അതിനുശേഷം വരുന്ന ഇതാണ് നൂന് ഐന്
ബാവ് പിന്നെ ദാൽ നഅബുദു നഅബുദു അല്ലേ. ഇനി ഇത് ജോയിന്റ് ആക്കണം. ജോയിന്റ് ആക്കുമ്പോ ഈ അയിൻ എന്താവും? ഈ അയിനിലേക്ക് പോകും. ജോയിന്റ് ലെറ്റേഴ്സ് പറഞ്ഞു, ഈ അയിൻ മധ്യത്തിൽ പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വരാനുള്ള കാരണം ഇതാണ്. ഇതാണ് ഈ അയിനിന് പകരം എന്ത് വരുന്നു? ജോയിന്റ് അയിൻ ഇവിടെ കടന്നു വരും. ജോയിന്റ് ലെറ്റേഴ്സ് ആകുന്നത് ഇതാണ് നഅബുദു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മള് സിഫത്തുകൾ പഠിച്ചപ്പോൾ അയിൻ ഏതിൽ പെടുന്നതാണ്? റിഹ്വന്റ് ലെറ്റേഴ്സ്. എന്താണ്? ശബ്ദം നീളണം. ഇത് ശബ്ദം നീളും. അപ്പൊ ഇതെങ്ങനെ പറയും? അയിന് ശബ്ദം നീളും. പിന്നെ സാധാരണ ഇത് നീണ്ടാകും. അത് നമ്മള് പ്രാക്ടിക്കലായിട്ട് ഇത് ശബ്ദം നീളുന്നതാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കി മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഇത് സിദ്ധത്തിന്റെ ലെറ്ററാണ്. ഇത് റിഹ്വന്റ് ലെറ്റേഴ്സ് ആണ്. അയിൻ ഏറ്റവും കൂടുതൽ ശബ്ദം നീളുന്ന ലെറ്ററാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഒരേ വേർഡുകൾ നമുക്ക് എഴുതി പഠിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കേരളത്തിലെ സമസ്തക്കാർ ഖുർആന്റെ ട്രാൻസ്ലേഷൻ ഉണ്ടാക്കി. അതില് ഇതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് വി വർഷിപ്പ് യു, വി ഹെൽപ് ഫോർ യു, ഒൺലി യു. ഇതിനോട് മാത്രം എന്നുള്ളത് കേരളത്തിൽ മാത്രം പരിഭാഷ. വേറെ എവിടെ നിങ്ങൾ നോക്കിയാലും വി വർഷിപ്പ് ഒൺലി യു എന്ന് കാണും. നിന്നെ മാത്രം. എങ്ങനെയാണ് ഇവിടെ മാത്രം എന്നുള്ളത് നഹ്വിൽ വരുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹുവിനെ മാത്രം എങ്ങനെയെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സെന്റൻസിൽ ഏതാണ് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഇതിൽ ഏതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതില് നഅബുദു ആരാധിക്കുന്നു. ആരാധിക്കുന്നത്? നമ്മളല്ലേ, മനുഷ്യരല്ലേ ആരാധിക്കുന്നത്. അപ്പൊ നമ്മൾ ആരാധിക്കുന്നതുകൊണ്ട് ഇതിലത്തെ നഅബുദു എന്ന് പറയുന്നതാണ് ഇത് വെർബ് അല്ലെങ്കിൽ അറബിയിൽ പറയുന്നത് ഫിഇൽ. ഇത് നമ്മൾ ഇന്ന് ഇത് മനസ്സിലാക്കും. ഇതാണ് ആരെ ആരാധിക്കുന്നുള്ളത് പിന്നെ പഠിക്കാം. ഇയ്യാക നഅബുദു, വി വർഷിപ്പ് എന്നുള്ളത് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ആരാ? പ്രവൃത്തി ചെയ്യുന്നത് ആരാ? നമ്മളാണ്. അപ്പൊ ഈ നഅബുദുവില് ഞങ്ങൾ എന്നുള്ള വേർഡ് എന്താണ്? ഒളിഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടുത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നതാണ് ക്രിയ. വി വർഷിപ്പ്, ആരാധിക്കുന്നു, അതെന്താണ്? വെർബാണ്, ഫിഇലാണ്. അതിന്റെ കൂടെ എന്തുണ്ട്? ഞങ്ങൾ എന്നുള്ള വേർഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട പഠിച്ചു വരുന്നത് ഈ ഹംസ ഇയ്യാക എന്ന് ഓതാൻ പറഞ്ഞ ഇയ്യാക, പിന്നെ നഅബുദു എന്ന് പറഞ്ഞ വി വർഷിപ്പ് അല്ലെ. ഐനി നീളണം, നഅബുദു. ഇതെന്തുകൊണ്ടാ? ഇത് റിഹ്വന്റെ ലെറ്ററാണ്. ഇത് ശബ്ദം നീളുന്ന ലെറ്ററാണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? ഇതിലത്തെ വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കണം. ഒരു സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റിനെ ഷാദ്, റോട്ട്, ഷാദ് ഒരു ലെറ്റർ എഴുതി. ഇവിടെ പ്രവൃത്തി ചെയ്ത ആരാ? ഷാദ്. ചെയ്ത പ്രവൃത്തി ഏതാ? റോട്ട്. ഇതാണ് വെർബ്. അറബിയിൽ ഫിഇൽ. ഷാദ് ഫാഇൽ. സബ്ജക്റ്റായി വെർബായി. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാ? ലെറ്റർ. അതേപോലെ ഇയ്യാക നഅബുദു ഇയ്യാക നസ്തഈനിലെ സബ്ജക്റ്റ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ്, ഫാഇൽ, ഫിഇൽ, മഫ്ഊൽ ബിഹി ഒക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇതിന്റെ മീനിങ് നമുക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും, തഫ്സീർ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. അല്ലാഹു പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്ത വിശ്വാസികളിൽ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
اللهم تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.